ഹായ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിട്ടോ വർക്ക് സ്പേസിലെത്തി. ഇന്നെന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ച പോലെ ഉണ്ട്. കാരണം പെരുന്നാളുണ്ട്, ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഒരു ഞായറാഴ്ച ഫീൽ അടിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നെസ്റ്റോ പോയി സാധനമൊക്കെ വാങ്ങിക്കണം. അതൊക്കെയാണ്. അതിൻ്റെ മുന്നേ ഞാൻ അവിടെ കുറച്ച് പ്രിൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയി വരുമ്പോഴത്തേ പ്രിൻ്റൊക്കെ ആവും. അപ്പോൾ പോയിട്ട് കാണാം. ഒരു 10 വെച്ചിട്ട് പ്രിൻ്റ് ഇടാൻ വിചാരിച്ചിട്ട്. അതാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. നമ്മൾ വരുമ്പോഴത്തേക്ക് ആയിക്കോളും. വാച്ച് നന്നാക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ ഒരു ഷോപ്പിൽ വാച്ചിൻ്റെ ഇത് പൊട്ടിപ്പോയതാ. കണ്ണി ഇവിടെ ഒരു ഷോപ്പിൽ വന്നതാണ്. പണ്ടത്തെ ഒരു ഷോപ്പ്. ഈ ഷോപ്പ് നല്ലൊരു ആസ്തെറ്റിക് ഉള്ള ഒരു പണ്ടത്തെ ഒരു ആസ്തെറ്റിക് ആയിട്ടുള്ള ഇവിടെ ഇൻസ്റ്റയിൽ ഒരാളെ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ. ഇതിപ്പോൾ സൗണ്ട് കേൾക്കുന്ന മറ്റേ ഇതെന്ന് ഫുള്ള് ഇവിടെ വാച്ച് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പണ്ടത്തെ കുറേ ക്ലോക്കൊക്കെ. ഈ ക്ലോക്കിൻ്റെ ഒക്കെ വലുപ്പം ഉണ്ടോ? നല്ല രസമുണ്ടേ കാണാൻ. ഇവിടെ ഈ ഒരു ഗണപതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഫോട്ടോ ഫ്രെയിമാണ്, പിന്നെ മനസ്സിലായി ക്ലോക്കാന്നുള്ളത്. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാച്ചൊക്കെ നന്നാക്കിട്ടോ. ആകെ 20 റുപ്യ ആയിട്ടുള്ളൂ. ശരിക്കും പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു സ്ട്രാപ്പ് ഇടാൻ 50 റുപ്യൊക്കെയാണെന്ന് തോന്നുന്നു റേറ്റ്. പക്ഷെ മൂപ്പരടുത്ത് ആകെ 20 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വരിക കേട്ടോ. മൂപ്പരപ്പോൾ അവിടെ നിന്ന് നമ്മളടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടോ. നമ്മൾ തിരക്ക് കാണുന്നുണ്ട് കേട്ടോ, ഇതായോണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതാ തിരിച്ചെത്തിട്ടോ. ഇവിടെ ഹോട്ടലൊന്നും തുറക്കാത്തതുകൊണ്ടേ നെസ്റ്റോ തന്നെ ഫുഡ് വാങ്ങുന്നത്. എല്ലാവരും നെസ്റ്റോയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോന്ന് ബ്രോസ്റ്ററിൻ്റെ ഒരു ഇതുണ്ട്. ഒക്കെ കോംബോ അല്ലേ, എത്ര പീസ്? 4 പീസിൻ്റെ ഒരു കോംബോ ഉണ്ട്. അപ്പോൾ അത് വാങ്ങി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇത് നമ്മൾ സാധനമൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങി കേട്ടോ. ഇത് റേസർ എന്ന് വെച്ചാൽ കുറച്ച് മീശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. ഫേസത്തെ ഇത് ഞാൻ എടുക്കില്ല, മീശ മാത്രം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്ര 2 എണ്ണമാണ്. 2 എണ്ണത്തിന് എത്രയാണ്? 249. അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആ പ്രിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടും ഇനിയിപ്പോൾ ഓന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനുണ്ട്. ഓനെന്താ വെച്ചാൽ ഡ്രസ്സ് എടുക്കാണ്ട്. അപ്പോൾ ജീൻസൊക്കെ എടുക്കാനാണ് വേണ്ടി പോകുന്നത്. നേരത്തെ നമ്മൾ നെസ്റ്റോ പോയപ്പോൾ ഹൈലൈറ്റിന് എടുത്താൽ മതിനു. അപ്പോൾ മറന്നുപോയി. നേരത്തെ രാവിലെ ആണെങ്കിൽ പോയിനും ചെയ്തല്ലോ. അപ്പോൾ അത്ര തിരക്കുണ്ടല്ലോ. ഇപ്പോൾ ചിലപ്പോൾ തിരക്കായിട്ടുണ്ടാവും. കാരണം പെരുന്നാളായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്കാവുമല്ലോ. കാരണം പൊതുവെ എങ്ങനെയാണല്ലോ. പിന്നെ പോയി നോക്കാം. തിരക്കില്ലെങ്കിൽ വേഗം കഴിയും, നോക്കിയിട്ട് എടുക്കണം. അതൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇന്നത്തെ ദിവസമേ നടക്കുള്ളൂ കേട്ടോ. കാരണം ബാക്കി ദിവസം ഈ ഒരു ടൈമാണ് നമ്മൾ തിരക്കിട്ട് ഓടുന്ന ടൈമായിരിക്കും. കാരണം ഡിസ്പാച്ച് ചെയ്യാനും പോകാനുള്ളതും പാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഓരോ പണിയിലായിരിക്കും. ഇന്ന് പിന്നെ ഫ്രീ ആണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ശരിക്കും ഇപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ലീവാണ്. പിന്നെ ഞങ്ങളുണ്ടാവും മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും. കാരണം എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. പിന്നെ ഞാൻ പ്രിൻറ്റിങ് ഇപ്പോൾ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഇതുവരെ വന്ന ഓർഡർ, ഇന്ന് രാവിലെ വരെ വന്ന ഓർഡറാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ പ്രിൻറ്റിങ് നടക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നാളെ അത്ര കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പോൾ നാളെ ഇനി ബാക്കിയുള്ളത് പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഞങ്ങളിത് ഇറങ്ങിട്ടോ. ഓരോ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ജീൻസ് എടുക്കാനാണ് നോക്കുന്നത്. ഓന് ജീൻസ് ഇല്ല പറഞ്ഞു. അപ്പം ഇന്നത്തെ ദിവസം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസം ഓരോ തിരക്കിലായിരിക്കുമല്ലോ. അപ്പം അതൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഈ ഷോപ്പൊക്കെ ക്ലോസാണ്. പിന്നെ എല്ലാ ഷോപ്പൊന്നും ക്ലോസ് ആയിരിക്കുമല്ലോ. ഞങ്ങൾ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ കേട്ടോ. നേരത്തെ അങ്ങനെ തന്നെ ഇനി തിരക്കേനി, ഇപ്പോഴൊന്നും തിരക്കന്നെ. ബാഗ് എടുത്തിട്ട് പോകട്ടോ. ഒന്നും സമയമില്ല. പോയിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടോ. ഒരു ജീൻസും ഒരു ഷർട്ടുമാണ് എടുത്തത്. ഇതാണ് സാധനങ്ങൾ. ഈ കളറുള്ള ഷർട്ടാണ്. ഈ കളറുള്ള ഷർട്ട് ഓനില്ല, അതുകൊണ്ട് ഈ കളറിൻ്റെ എടുത്ത് നല്ല രസമുണ്ട്. ഇതാണ് എടുത്തത്. പിന്നെ ജീൻസ് നോർമൽ. നേരത്തെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റോറേജ് പിന്നെയും ഫുള്ളായിട്ടോ. അപ്പം ഇതാണ് ജീൻസ്. പിന്നെ ഓൾറെഡി ഇങ്ങനത്തെ ഓരോ ഷെയ്ഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലുള്ള ജീൻസും ആ കളറിലുള്ള ഷർട്ട്, ഞാൻ നേരത്തെ മനസ്സിലാ കളറിലുള്ള ഷർട്ടുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റുഡിയോയിൽ എനിക്ക് പറ്റിയ സൈസൊന്നും ഇല്ല, എനിക്ക് പറ്റിയ സാധനമൊന്നും ഇല്ല. നല്ല എൻ്റെ ഒരു വൈബിലുള്ള സാധനമൊന്നും കണ്ടില്ല. ആ കളക്ഷൻ കുറവായിട്ട് തോന്നി. അപ്പം ഇന്നത്തെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് കുറച്ച് നേരത്തെ പോവാണ്. എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടുള്ള പോവാണ്. ഇന്നിപ്പോൾ നല്ല പകൽ വെളിച്ചത്ത് തന്നെ പോവാണ്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാണ്. ഓന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ക്ലാസ്സും വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൻ അതൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഓനതൊക്കെ ചെയ്തിട്ട് ലേറ്റായിട്ടായിരിക്കും പോവുക. ഞാൻ അപ്പളേ പോവാം കേട്ടോ. പിന്നെന്താ, അതൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നാളെ കാണാം.